ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഈ മുള്ളങ്കിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചോപ്പറിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരെണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ആ മുള്ളങ്കിയെല്ലാം അരിഞ്ഞതിൽ ഒരു 5 മിനിറ്റ് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുവാണ്. ഇനി ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒത്തിരി അങ്ങ് പിഴിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇതിലെ ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയാണ് പിഴിഞ്ഞെടുക്കുന്നത്. മൊത്തം ഞാൻ വേറൊരു ബൗളിലോട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ചേർക്കാനായിട്ട് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുള്ള കുക്കറിൽ 3 വിസിലടുപ്പിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള പയറാണ്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത്ര ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, 15 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 വറ്റൽമുളകും കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. മിക്സിയിൽ എല്ലാം ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരച്ച്. ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വയ്ക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി എടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒത്തിരി അങ്ങ് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതിയേ. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മുള്ളങ്കിയും കൂടെ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആ എണ്ണയിലൊന്നും വഴറ്റിയെടുക്കുക. ഇതിനൊരു സ്മെല്ലുണ്ട്, ആ സ്മെല്ല് പോകാൻ വേണ്ടിയാണ് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഇത് പെട്ടെന്ന് വേകുന്നതാണ്, ഒത്തിരി വേവുള്ളതല്ല. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറിട്ട് കൊടുക്കുക. പയറും മുള്ളങ്കിയും നമ്മൾ നേരത്തെ വഴറ്റിയ ഉള്ളി എല്ലാം കൂടെ അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കുക. അരപ്പും കൂടി കൂട്ടത്തിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പയറിൽ ഉപ്പിട്ട് വേവിച്ചാണ്, മുള്ളങ്കിയിലും ഉപ്പിട്ട് വെച്ചിട്ട് പിഴിഞ്ഞാണ് എടുത്തത്. ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് നോക്കുകയാണ്. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് ആവി കയറാൻ വേണ്ടിയാണ്, എല്ലാം കൂടെ ഒന്ന് ആവി കയറി കിട്ടാൻ വേണ്ടിയാണ്. ഇതെല്ലാം വെന്തിരിക്കുന്നതാണ്, മുള്ളങ്കിക്കൊന്നും വേവുള്ളതല്ല. അതുകൊണ്ടാണ് 2 മിനിറ്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാമേ. ഒരു തുള്ളി വെള്ളമയമില്ല. ആ മുള്ളങ്കിയിലൊക്കെ വെള്ളം ഉള്ളതായിരുന്നു, അതെല്ലാം വറ്റി നമുക്ക് നല്ലതായിട്ട് നമുക്ക് തോരൻ കിട്ടിയിട്ടുണ്ടോ. കുഴഞ്ഞു പോകുമോ വെന്ത് പോകുമോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നേ തൊട നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാബേജ് തോരനൊക്കെ ഇരിക്കത്തില്ലേ, അതേപോലെ നമുക്ക് ഈ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചാണ് അടച്ചു വെച്ചത്. ഇനിയിപ്പോൾ തീ കൂട്ടി വെച്ച് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. വെള്ളമയം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ മുള്ളങ്കി വാങ്ങിച്ച് തോരൻ വെച്ച് കൂട്ടിയിട്ട് കമൻ്റ് ഇടണേ. നോക്ക്, നല്ല തോരനാണ്, അടിപൊളി തോരനാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തോരൻ ഇവിടെ റെഡി. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം.